ഇവിടെ ഛർദിക്കാൻ പറ്റൂല. ഇവിടെ ആൾക്കാരൊക്കെ പോണ മണം കൊണ്ട് നിൽക്കൂല. കള്ളൊക്കെ കുടിച്ചിട്ട് ഇവിടെ വന്നിട്ട് നിൽക്കാൻ പറ്റൂല. പോയത് കുറ്റകത്താക്കി അകത്താക്കിയാൽ നല്ല കാര്യം. അവിടെ വേറെ എവിടെയെങ്കിലും പോയി ഛർദിക്കും. ആൾക്കാർ നടക്കണ ഭയങ്കര മണവും. ഇപ്പൊ പോയത് അകത്തിട്ട് തന്നെ പോയി. പോയാ കുഴപ്പമില്ല. അപ്പൊ നല്ല ഫിറ്റായിരിക്കും. പണിയെടുത്ത് കിട്ടുന്ന കാശേ കല്ലു കുടിച്ച് കളയേണ്ടതല്ല, വാറുകാർക്കും കൊടുക്കേണ്ടതല്ല. അത് വീട്ടിൽ കൊണ്ടേ കൊടുക്കേണ്ടതാണ്. അറിയാൻ ചേച്ചി, അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരുടെ എല്ലാ ചെലവും കറക്റ്റായിട്ട് പോകുന്നുണ്ട്. തല തിരിച്ചാണ് കുടിച്ചത്. അവൻ മേലെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അടി മേടിക്കും. അല്ലെങ്കിലേ ഞങ്ങള് നാട്ടുകാര് തല്ലും. ഇവിടെയൊക്കെ ഈ ആൾക്കാർ നടക്കണ വഴിയിലൊക്കെ വന്ന് ഛർദിച്ച് മണവും നാറ്റവും ഒക്കെ ആക്കുക. എന്റെ പൊന്നി ചേച്ചി, കോൺക്രീറ്റ് പണിയാണ് ചേച്ചി. അതിലും ചൂട് അറിയാലോ. 3-ാം നിലയുടെ മേളിലായിരുന്നു. അപ്പൊ അത് കാരണം കഷ്ടപ്പാട് കാരണം 2 അടിച്ച് അവൻ പണിയുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതെ, കണ്ടപ്പോഴേ മനസ്സിലായി. നിന്നെപ്പോലത്തെ ഒരുപാട് പേര് ഇതിൽ കൂടി പോകുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് വഴി കിടക്കണത്. ആ കൂട്ടത്തിൽപ്പെട്ട ആളേ അല്ല ഞാൻ. നീ ഏത് കൂട്ടത്തിൽപ്പെട്ടതാടാ? നാഗമാണാ, ചേരയാണാ, മൂർഖനാണാ, ഏതാണെന്ന് എങ്ങനെ അറിഞ്ഞു? നീ പിന്നെ ഏത് പാമ്പാടാ ഇങ്ങനെ ചാവുക? അത്താഴം മുടങ്ങോ? അല്ലെങ്കിൽ എന്റെ പൊന്നമ്മച്ചി, ഞാൻ ഈ കൂട്ടത്തിൽപ്പെട്ടതൊന്നും അല്ല. എന്നെ പെടുത്തിയതാ. അമ്മച്ചാ? ആരാണ് നിന്റെ അമ്മച്ചി? സോറി, നോ അമ്മച്ചി, നോ ചേച്ചി. മതിയടാ നിന്റെ നാടകം കളി. അല്ലെങ്കിൽ ആൾക്കാർക്കിടെ തല്ലുകൊണ്ട് ചാവും. മതിയാരൊക്കെ പൊയ്ക്കോ. ഇവിടെ ഛർദിക്കാൻ പാടില്ലെന്ന് ആൾക്കാർ ആദ്യമേ ഞാൻ പറഞ്ഞാണ് ഛർദിക്കല്ലെന്ന്. അവിടെ തന്നെ പിന്നെയും വന്നേക്കണ് ഛർദിക്കാനായിട്ട്. പോയിക്കോ, മുഴുങ്ങിയ കളയെ. ഉപദേശിക്കാൻ വന്നേക്കോ. എന്തെല്ലാം ഇവിടെ ആരാ നീ എന്താ ഇവിടെ ആരാ വെള്ളടിച്ച് കിടക്കണോ? നീയാണോ? ബോധമില്ലല്ലേ? ഇപ്പോഴും ബോധമില്ല. എന്റെ കാര്യം ഞാൻ കുടിക്കും. ഞാനും ആരാ? എഴുന്നേറ്റ്. നീയാണോ? ഇവിടെ എൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടില്ലല്ലോ കുടിക്കരുത്. ഇത് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഞാൻ എന്റെ കുടുംബമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കുടിക്കുന്നത്. ഈ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ എന്ത് കുടുംബം നോക്കൂടെ? എന്റെ കുടുംബത്തിലൊക്കെ ഞാൻ എല്ലാം ചെയ്തിട്ടാണ് വന്നത്. എന്താ ചെയ്തിരിക്കുന്നത്? കുടുംബത്തിൽ എന്താ വേണ്ടത് എല്ലാ സാധനവും ഞാൻ മേടിച്ചു കൊടുത്തിട്ടായിരിക്കുന്നത്. ഇപ്പോൾ മേടിച്ചു കൊടുത്തിട്ട് എനിക്ക് മനസ്സിലായി കേട്ടോ. എടാ, നിനക്ക് എന്ത് ഗുണാടാ കിട്ടിയിരിക്കുന്നത്? എന്ത് ഗുണാ കിട്ടിയിരിക്കുന്നത്? നിന്റെ ഭാര്യ എത്ര തവണ വീട്ടിൽ പോയതാ? അവള് പോയാൽ അവൾ തിരിച്ചു വരും. അവള് തിരിച്ചു വരും, അത് മനസ്സിലായി. എത്ര പ്രാവശ്യം പോയി. ഞാൻ പോയി വിളിച്ചോണ്ട് വരും, അവൾ ഓടി വരും. ഗുണം കിട്ടിയത് ആർക്കാ? കള്ള് ഷാപ്പുകാർക്കും ബാറുകാർക്കും കേട്ടാ. ഇതൊക്കെ കണ്ടിട്ടല്ലേ നിന്റെ കുട്ടികളും പഠിക്കുന്നത് അല്ലേ? അവര് നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലാ. ഇംഗ്ലീഷ് മീഡിയത്തിലാ. ഇത് കണ്ടിട്ടല്ലേ പഠിക്കുക. അവര് നല്ല ഞാൻ എഞ്ചിനീയർ ആക്കും, ഇത് കണ്ട് ഇംഗ്ലീഷ് പഠിക്കും, ഡോക്ടർ ആക്കും. ഇനി മുതൽ കുടിക്കല്ലേ കേട്ടാ. പിള്ളേര് കണ്ടു കഴിഞ്ഞാൽ മോശമല്ലടാ. നീ ഇതെല്ലാ ദിവസവും കുടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ സുഖം ഉണ്ടാവുക ഫാമിലിയിൽ?
ഇതൊക്കെ എല്ലാരും പറയൂടാ. നീ കുടി നിർത്തേ ഏട്ടാ. കുടി നിർത്താനോ? ഇനി കുടിക്കരുത്, സത്യം ചെയ്ത്. ഞങ്ങളുടെ ഗവൺമെന്റ് ഇപ്പൊ എന്തൊക്കെ ആനുകൂല്യം ചെയ്യേണ്ടതെന്നറിയാവോ? എന്താ? നേരത്തെ 9 മണി വരെ ഉണ്ടായിരുന്ന ബാറ് ഇപ്പൊ രാത്രി 12 മണി വരെ ആക്കി. അതിനിപ്പോ മദ്യം ഇനി ഇത് ഞങ്ങളിപ്പോ ഇത് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളുടെ ഗവൺമെന്റ് വരുക. വീട്ടിൽ കൊണ്ടുതരും. ഇപ്പൊ ബാറിൽ AC എന്തൊക്കെ സൗകര്യ. സുഖമല്ലേ കള്ളുടിയന്മാർക്ക്? നീ കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ ലിവർ പോവും. ഒരു ഗവൺമെന്റും ഒരു ബാറുകാരും നിനക്ക് ഒന്നും കൊണ്ടുവന്ന് തരില്ല കേട്ടോ. നിന്റെ ലിവർ പോയാൽ നിന്റെ വീട്ടിലുള്ള എല്ലാവരുടെയും ലിവർ പോവും. അപ്പൊ എന്റെ മക്കള് കേട്ടോ, എല്ലാവരുടെയും സത്യം ചെയ്ത്. ഞാൻ കുഞ്ഞുങ്ങള് ഭാര്യ പോയി കഴിഞ്ഞാൽ നീ ഇനി മുതൽ കുടിച്ചേക്കരുത്. നീ വലിയ സ്പോർട്സ്മാനൊക്കെ അല്ലേ ഉണ്ടായിരുന്നേ കേട്ടോ. ഈ ആരോഗ്യം ഇങ്ങനെ കളയണോ? സത്യം ചെയ്യണം, സത്യം ചെയ്യ്. ഇനി കുടിച്ചേക്കരുത്. പ്രോമിസ്? നോക്കടാ പ്രോമിസ്. എനിക്ക് പഴയ ഷാനു ആവണോടാ. ഈ പഴയ ഷാനു ആവും കേട്ടോ. നീ കുടി നിർത്തി ഓടാനും ചാടാനും ഒക്കെ എല്ലാറ്റിനും പറ്റും. നീ കുടി നിർത്തിയാൽ മാത്രം മതി കേട്ടോ. കുഞ്ഞുങ്ങൾ നീ കുടിച്ചു കഴിഞ്ഞിട്ട് കുടിച്ചുകൊണ്ട് ഗവൺമെന്റിന് മാത്രം ഉപകാരമില്ല, നിനക്കൊരു ഉപകാരമില്ല. ശരിയാടാ. നിന്റെ ലിവർ എല്ലാം പോകും, നിന്റെ ആരോഗ്യം നശിക്കും, എല്ലാം നശിക്കും. ഇത്രയും നല്ലൊരു സ്പോർട്സ്മാൻ അല്ലേ നീ? എല്ലാം വേണോടാ, പഴയതുപോലെ ആവും ഞാൻ. നീ ആവും. കള്ളുടിയാണ് ഇവിടെ വന്നിരിക്കണ. കള്ളുടിക്കാൻ ഒരാളെ കൂടി കൂട്ട് കിട്ടിയാ? അല്ല ചേച്ചി ഞാൻ ഇവനെ ഉപദേശിച്ച് നന്നാക്കിയിട്ടുണ്ട്. ഇപ്പൊ അവൻ പ്രോമിസ് തന്നിട്ടുണ്ട് ഇനി കുടിക്കില്ല. ഈ സർക്കാർ തന്നെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം. മറ്റേ സർക്കാർ വരികയാണെങ്കിൽ ഈ പരിപാടിയൊന്നും നടക്കൂല. അവര് ബാറൊക്കെ പൂട്ടിക്കും, കുടിയും ഉണ്ടാവൂല കേട്ടാ. കേക്കണട്ടാ. എവിടെ തല ഇങ്ങനെ കാണിച്ചു പോയാണ്. എവിടെ കേക്കണം? നന്നായി. ഞാൻ പോലെയാണ് കേട്ടോ. നമുക്ക് നല്ലൊരു പ്രൊജക്റ്റിന് എടുക്കാം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. നല്ലൊരു നാളേക്കായി മദ്യപാനം ഉപേക്ഷിക്കൂ. വേണം, നിന്നെയും വീട്ടിൽ കൊണ്ടുപോയേക്കാം. നീ വന്നത് നന്നായടാ. ഇല്ലെങ്കിലേ ഞാൻ ആ തോട്ടിലെ വരമ്പിലൊക്കെ കിടന്ന് പോയേനെ.